ആലപ്പുഴ ജില്ലയിലെ കൊട്ടിക്കലാശത്തിൻ്റെ ആരംഭം ഇതാ കുറിച്ചു കഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ആര്യാട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സീന സനൽകുമാറിൻ്റെ പ്രചാരണം ജാഥ ഇപ്പോൾ മഞ്ചേരിയിൽ സമാപിക്കും. കോൺഗ്രസും മറ്റു മുന്നണികളുമൊക്കെ NDAയും അടക്കമുള്ള മുന്നണികളും ആവേശത്തിൽ തന്നെയാണ് കൊട്ടിക്കലാശത്തെ കാണുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ മേൽക്കൈ ഇടതുപക്ഷത്തിനാണ്. നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ഷാജി ഉണ്ട്. ഷാജി, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? എവിടെയാണ് ഇപ്പോൾ ഷാജാനുള്ളത്? ആലപ്പുഴ ജില്ല മുഴുവൻ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൊട്ടിക്കലാശത്തിലാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആര്യാട് പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആര്യാട് പഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം 3-ാം തവണയിൽ ഒരു മത്സരത്തിന് വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ 2 ടൈമിലും ജനപ്രതിനിധിയായിരുന്നു. ഇപ്രാവശ്യം പാർട്ടി എന്നെ ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും പാർട്ടിയുടെ പിന്തുണയോടുകൂടി മുഴുവൻ കാര്യങ്ങളും, അതായത് ഇതുവരെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു വന്നിട്ടുള്ള വികസനത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കണം. നല്ല ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. നേരത്തേക്കാളും എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. എല്ലായിടവും ചെല്ലുമ്പോൾ സ്നേഹത്തോടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചേർത്ത് പിടിക്കുന്നു. എങ്ങനെയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊട്ടിക്കലാശം എങ്ങനെയാണ് ഈ ആര്യാട് പഞ്ചായത്തിൻ്റെ? ആര്യാട് വന്നിട്ട് ആര്യാടിൻ്റെ എല്ലാ പ്രദേശവും സഞ്ചരിച്ചതിന് ശേഷം മണ്ണഞ്ചേരിയിലേക്ക് നീങ്ങും. മണ്ണഞ്ചേരിയിലാണ് കൊട്ടിക്കലാശം വെച്ചിട്ടുള്ളത്. സാഹചര്യങ്ങളെല്ലാം ആവേശകരമാണ്. അവിടെ 2 വീലറും മറ്റു വാഹനങ്ങളിലുമെല്ലാം വെയിലൊന്നും പ്രശ്നമില്ല. എല്ലാ വാർഡിലും ഇതിൻ്റേതായ സമാപനം എന്ന നിലയിലുള്ള കൊട്ടിക്കലാശം ഉണ്ടാകും. കൂടാതെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കേന്ദ്രം മണ്ണഞ്ചേരിയിലും അതിഗംഭീരമായിട്ടുള്ള കൊട്ടിക്കലാശമാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. വികാരം എങ്ങനെ? പൊതുവെ ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെ? ആവേശകരമായ സാഹചര്യമാണ്. നമ്മൾ സാധാരണ ഈ സമീപകാലത്തുള്ള തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയേറെ ജനപിന്തുണയും സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ്. UDFനെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും പറയാം എന്നല്ലാതെ ഈ വികസനത്തെ, യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മാരാരിക്കുളം ഏരിയയിലെ 4 പഞ്ചായത്ത്, മുഹമ്മ, ആര്യാട്, മണ്ണഞ്ചേരി, മാരാരിക്കുളം സൗത്ത് ബ്ലോക്ക് പഞ്ചായത്ത്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത്, 2.5 ജില്ലാ ഡിവിഷനാണ് ഞങ്ങൾക്കുള്ളത്. മാരാരിക്കുളം, ആര്യാട് എല്ലാം തൂത്തുവരും. ആവേശകരമായ വിജയം. ഞങ്ങൾ CPIയും അഭിമാനകരമായ വിജയമാണ്, തരംഗമാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് പൊതുവെ ഈ ഒരു മാരാരിക്കുളം മണ്ഡലത്തിൻ്റെ ഒരു പ്രതികരണം? മാരാരിക്കുളം മണ്ഡലം എന്നും നമ്മളുടെ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ആവേശം ഇപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഞങ്ങൾ മുഴുവൻ സീറ്റുകളും ഇടതുപക്ഷം തൂത്തുവാരിയെടുക്കും തന്നെ. കഴിഞ്ഞ ഏതാണ്ട് 1 മാസക്കാലത്തെ എന്ന് പറയാവുന്ന മത്സരത്തിൻ്റെ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും ജില്ലയുടെ ഓരോ ഭാഗങ്ങളിലും വളരെ ആവേശകരമായിട്ടുള്ള രീതിയിലുള്ള ജനങ്ങളുടെയും പ്രവർത്തകരുടെയും ഒക്കെ തന്നെ പങ്കാളിത്തവും ശബ്ദ കോലാഹലങ്ങൾ. ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചരണമാണ്. എന്തായാലും അത്തരത്തിൽ വളരെ വലിയ ഒരു ആവേശമാണ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്.